ഇതൊരു അടിപൊളി മട്ടൻ കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ്. മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് വേവിക്കാനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ കുക്കർ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിലടിപ്പിക്കണം കേട്ടോ, ലോ ഫ്ലെയിമിൽ. അപ്പോഴത്തേന് മട്ടൻ കറക്റ്റ് വെന്ത് കിട്ടി എനിക്ക്. ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് 2 പട്ടയാണ് ആഡ് ചെയ്യണത്, 4 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂണ് കുരുമുളക്, 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂണ് നല്ല ജീരകം. ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി, 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുക. അതും ഈ തേങ്ങയിൽ തന്നെ ഞാൻ വറുത്തെടുക്കണത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 5 കാശ്മീരി ഡ്രൈ ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ആ ചൂടിൽ തന്നെ നമുക്ക് ആ മല്ലിപ്പൊടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. തേങ്ങ ഒക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് മട്ടന് വെന്തിക്കണമെന്ന് നോക്കാം. മട്ടൻ കറക്റ്റ് 4 വിസിലൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. മട്ടനൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, 1/4 ടീസ്പൂണ് നല്ല ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒരു ബേ ലീഫും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 വലിയ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ സവോള നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണുണ്ട് കേട്ടോ. ഓൾറെഡി മട്ടന് ഉപ്പിട്ട് വേവിച്ച കാരണം അത് നോക്കിയിട്ട് വേണം സവോളയിൽ ഉപ്പ് ആഡ് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം, സവോള നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവോള നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക്, ഒരു തണ്ട് വേപ്പിൻ്റെ ഇല അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സവോളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് വെച്ചതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളി സവോളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കറി നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇനി നമ്മൾ മട്ടൻ വേവിച്ച വെള്ളം കൂടി ആഡ് ചെയ്യും. ഇനി നമുക്ക് കറി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച മട്ടൻ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ മട്ടൻ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓൾറെഡി ഈ കറി തിക്കാണ്, അപ്പോൾ ഒന്നും കൂടി ലൂസ് വേണം. അപ്പോൾ മട്ടൻ വേവിച്ച ആ വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കറി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണ് ഗരം മസാലയാണ് ഞാൻ ആഡ് ചെയ്തത് കേട്ടോ. എന്നിട്ട് കറി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളി മട്ടൻ കറിയാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.